ഇല്ല, ഞാൻ മെയിനായിട്ട് മോട്ടിവേഷൻ ക്ലാസ് തന്നെയാണ് ചെയ്തിരുന്നത്. ഞാൻ PG കഴിഞ്ഞ് ഉടനെയാണ് ഇങ്ങോട്ട് പോകുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ 1-2 പ്രാവശ്യം മോട്ടിവേഷൻ സ്പീക്കറായിട്ട് ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു അതിഥിയായിട്ട് പോകുമ്പോൾ കണ്ട അത്ഭുത ലോകം ഉണ്ടായിരുന്നു. ആ ലോകത്തോടുള്ള വലിയ ഇഷ്ടം തന്നെയാണ് അങ്ങോട്ട് പോകണം എന്നൊരു ചിന്തയിലേക്ക് എന്നെ എത്തിച്ചത്. അദ്ദേഹം പറയുമ്പോൾ ഒരുപാട് സന്തോഷത്തോടു കൂടി സ്വീകരിച്ചത്. ആ ഒരു സന്തോഷം തന്നെയാണ് കുറച്ച് ദിവസങ്ങൾ അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹം അത്ര എക്സ്പേർട്ടല്ല. മാജിക് ഷോ ഭംഗിയായിട്ട് നടക്കുന്നുണ്ടാവും, ബാക്കി കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ടാവും, അതിലൊന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ലല്ലോ. ഈ കുട്ടികളുടെ കാര്യത്തിൽ അദ്ദേഹം നടത്തുന്നത് ഒരു വ്യക്തമായ അറിവില്ലായ്മയാണ് എന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ നിരന്തരം അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. കാരണം ഞാൻ അങ്ങനെ ഒരു വ്യക്തിയാണ്, നാളെ എനിക്കും അങ്ങനെ കുട്ടി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ ചൂഷണത്തിനൊപ്പം നിൽക്കാൻ എനിക്ക് പറ്റില്ല. പിന്നെ അദ്ദേഹം പറയുന്ന പോലെ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കുട്ടിയില്ല, എന്നിട്ടും അദ്ദേഹം ഇത് ചെയ്യുന്നുണ്ടല്ലോ എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തോട് ആരും ചെയ്യാൻ പറഞ്ഞിട്ടില്ല അല്ലേ? അദ്ദേഹം ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങളൊക്കെ ജീവിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് 32 വയസ്സായി. അദ്ദേഹം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ജീവിക്കുന്നില്ല. പിന്നെ കുറേ പേര് പറയുന്നത് കണ്ടു, ഷിയാബിനെ മുതുകാട് സാറല്ലേ വളർത്തി വലുതാക്കിയത്, എന്നിട്ട് ഷിയാബ് ഇങ്ങനെ പറയാൻ പാടുണ്ടോന്ന്. മുതുകാട് സാറ് ഞാൻ കാണുന്നത് ഉള്ളേരി എന്ന് പറയുന്ന സ്ഥലത്ത് 10ാം ക്ലാസ്സൊക്കെ പാസ്സായ കുട്ടികൾക്ക് മൊമെൻ്റ് അവാർഡ് കൊടുക്കുന്ന ചടങ്ങിൽ മോട്ടിവേഷൻ പ്രോഗ്രാമിൽ മുതുകാട് സാറും ഞാനും ഗസ്റ്റാണ്. ഒരേ പരിപാടിയിൽ ഞങ്ങൾ 2 പേരും അതിഥികളാണ്. അപ്പോൾ അതുകൊണ്ടാണല്ലോ മുതുകാട് സാർ എന്നെ അങ്ങോട്ട് വിളിക്കുന്നത് മോട്ടിവേഷൻ ക്ലാസ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ മുതുകാട് സാർ എന്നെ വളർത്തി കൊണ്ടുവന്നു എന്ന് പറയുന്നത് നിങ്ങളുടെ ധാരണ പോലും തെറ്റാണ്. അദ്ദേഹത്തിൻ്റെ സമയം നിൽക്കുന്ന സമയത്ത് എനിക്കുണ്ടായ ഗുണങ്ങൾ ഒരുപാട് സെലിബ്രിറ്റീസ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം നിരന്തരം വരുന്ന പ്രോഗ്രാം കാണുന്നുണ്ട്, ഇവിടെ മുമ്പിൽ നമ്മൾ പ്രോഗ്രാം അവതരിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും മുതുകാട് സാർ നമ്മൾ ദൈവമാണെന്നും സാർ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്നും പറയുന്നുണ്ട്. അതിലൂടെ അദ്ദേഹത്തിന് ഗുണം കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്നാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ വിചാരിച്ചത്. പക്ഷെ ആ ഗുണം ഈ കുട്ടികൾക്ക് ഉണ്ടാവുന്നില്ല എന്ന് കാണുമ്പോഴാണ് നമ്മൾ പ്രതികരിക്കാൻ തുടങ്ങുന്നത്. ഒരു കാര്യം കൂടെ ഉള്ളത്, ഈ സമയത്ത് നമ്മളിത് സംസാരിക്കുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾക്ക് ഇത് ഗുണമാകുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരുപാട് പേരെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ കുറേ പ്രാവശ്യം നമ്മൾ ആലോചിക്കില്ല സംസാരിക്കും. നമ്മളിത് വാർത്താ സമ്മേളനം വിളിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കുറേ പ്രാവശ്യം ആലോചിച്ചിട്ടുണ്ടാവുമല്ലോ ഈ കുട്ടികളുടെ ഭാവിയും ഈ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കേണ്ട ഒരു ഉത്തരവാദിത്വം ധാർമ്മികമായി നമുക്കുണ്ട്. അങ്ങനെയും കൂടെ ആലോചിച്ചിട്ടല്ലേ വാർത്താ സമ്മേളനത്തിലേക്ക് പോയത്? ഞാൻ ഈ വാർത്താ സമ്മേളനത്തിലേക്ക് പോകുന്നത് ഒരു സുപ്രഭാതത്തിലല്ലോ. 5 വർഷം 6 വർഷത്തോളം 2018 മുതൽ ഞാൻ ആലോചിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ കയ്യിൽ ഇതൊന്നും ഞാൻ അവിടെ ഉണ്ടായിരുന്ന റെക്കോർഡുകളൊന്നും നശിപ്പിക്കാതെ സൂക്ഷിച്ച് വെച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ്. അതൊക്കെ ചിന്തിച്ചിട്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തുടക്കത്തിലുള്ള പോരായ്മകളാണെങ്കിൽ അദ്ദേഹത്തിന് തിരുത്താൻ സമയം ഉണ്ടാവണം എന്ന് വിചാരിച്ചത് കൊണ്ട് തന്നെയാണ് ഞാൻ അതൊന്നും അന്ന് പറയാതിരുന്നത്. രണ്ടാമത് തന്നെ പെട്ടെന്നൊരു സുപ്രഭാതം ഞാൻ വന്ന് പറഞ്ഞാൽ എത്ര പേര് അത് വിശ്വസിക്കുമെന്നുള്ള സംശയമുള്ളത് കൊണ്ടും പേടിയുള്ളത് കൊണ്ടുമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് എംപവർ എന്ന് പറയുന്ന സെൻറ്റർ തുടങ്ങുന്നേ ഉള്ളൂ, അദ്ദേഹത്തിൻ്റെ കുട്ടികളെ കുറിച്ച് പഠിച്ചു വരുന്നേ ഉള്ളൂ, സമയമെടുക്കും, ശരിയാവുമായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ കാത്തിരുന്നത്. പേടിയുടെ കാര്യത്തിൽ ഒരു സബ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്, അവിടുത്തെ അമ്മമാരുടെ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബാബു കൂടെ ചേർന്ന് നിന്ന് ഈ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോയതാണ്. ആ സമയത്ത് ഒന്നും ഈ പരാതികളൊന്നും ഉള്ളതായിട്ട് അവർക്ക് അറിയില്ല, ഇല്ലെങ്കിൽ അതൊക്കെ എന്തുകൊണ്ട് ബാവ ഇപ്പോൾ പറയുന്നു എന്ന് ബാവ ഇപ്പോൾ പറയാൻ പാടില്ലല്ലോ എന്നൊക്കെയുള്ള രീതിയിലാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അത് തന്നെ കള്ളമാണ്. ഈ ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ 2018 ഞാനൊരു വീഡിയോ റെക്കോർഡ് ചെയ്ത് മുതുകാട് സാർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പരാതികൾ തന്നെയാണ് അന്നും പറയുന്നത്. അമ്മമാരുണ്ടായിരുന്നോ? ഇല്ലല്ല, ഞാൻ തനിയെ പറയുന്നത്. ഈ കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ പറ്റാത്തതിൻ്റെ പേരിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മുതുകാട് സാർ അറിയിക്കുന്നു. അതുമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ അന്നേ പറയുന്നുണ്ട്. അന്നേ ഞാൻ കൊടുത്ത പരാതിയിൽ അതുണ്ടല്ലോ, ഇപ്പം പറയുന്ന പരാതിയല്ലല്ലോ. ഈ അമ്മമാരെ പറയുന്നത് ശരിയല്ല. കാരണം അന്നേ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അദ്ദേഹത്തിന് മെയിൽ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ ഞാൻ തരാം. 2018 ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. അല്ലെ, ഇന്ന് പറയുന്നില്ലല്ലോ. മുതുകാട് സാറും പറയുന്നുണ്ട് എന്തുകൊണ്ട് ഇത്രയും കാലമില്ലാത്ത പരാതികൾ വരുന്നു. ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അന്നും പറഞ്ഞത്. ഇനി ഒരു 100 കൊല്ലം കഴിഞ്ഞാലും എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അത് തന്നെ പറയുള്ളൂ. എനിക്ക് പുതിയത് ആഡ് ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നും ആഡ് ഓൺ ചെയ്ത് അദ്ദേഹത്തെ മോശമാക്കി ചിത്രീകരിക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല. അപ്പോൾ ഞാൻ ആ പരാതി അന്നേ പറഞ്ഞിട്ടുണ്ട്. ഈ ക്യാമറയുടെ മുന്നിൽ ഒരു സ്വഭാവമാണ് കുട്ടികളോട്, ക്യാമറയുടെ പിന്നിൽ മറ്റൊരു സ്വഭാവം എന്ന് പറഞ്ഞതിന് നമ്മുടെ കയ്യിൽ തെളിവുണ്ടോ? തെളിവുകളല്ലേ, നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. അതായത് പലപ്പോഴും നമ്മളെ തന്നെ അദ്ദേഹം കൂടുതൽ സ്നേഹത്തോട് ചേർത്ത് പിടിക്കുന്ന പോലെ ആ സ്നേഹം പലപ്പോഴും ക്യാമറ ഇല്ലാത്ത സമയത്ത് നമ്മൾ കാണുന്നില്ല. അദ്ദേഹത്തെ കാണാൻ പോലും ചില സമയത്ത് നമുക്ക് പറ്റുന്നില്ല. ഒരുപാട് തവണ വിളിക്കുമ്പോൾ മാത്രമാണ് കാണാൻ പറ്റുന്നത്. അതിന് പകരം ക്യാമറ ഉണ്ടെങ്കിൽ ഏത് സമയത്തും നമുക്ക് അദ്ദേഹം അവൈലബിൾ ആയിരിക്കും. അദ്ദേഹം നമ്മുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കും, കുട്ടികളെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ നമ്മൾ കണ്ണിൽ കാണുന്നതല്ലേ. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഒരു സ്ഥാപനത്തിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് തുടക്കം മുതൽ തന്നെ ഈ സ്ഥാപനത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യപ്പെടാൻ എനിക്ക് പറ്റില്ലല്ലോ. എൻ്റെ സ്ഥാപനമാണ്. ഈ അവസാനത്തെ കാര്യങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്യപ്പെടാനുള്ള കാരണം അവസാനം ഈ ഒരു സ്ഥാപനത്തിൻ്റെ രീതി മനസ്സിലാവുന്ന സമയത്ത് എനിക്ക് ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് ഇത് തെളിവ് സഹിതം കാണിക്കണമെങ്കിൽ കുറച്ച് പ്രൂഫുകൾ വേണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മളിതൊക്കെ റെക്കോർഡ് ചെയ്യുന്നത്, ഈ കോഡ് റെക്കോർഡൊക്കെ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ ഞാൻ അവിടെ നിന്ന് തന്നെ പറഞ്ഞ് ഷൂട്ട് ചെയ്യുന്നത്. അദ്ദേഹം ചിലപ്പോൾ പറയും ഷാ പുറത്ത് പോയിട്ട് വീഡിയോ പിന്നീട് ഷൂട്ട് ചെയ്തു,
അത് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാജിക് പ്ലാനറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ബോർഡ് കാണുന്ന ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചത് അതിന് വേണ്ടിയിട്ടാണ്. അതായത് ഇവർ പറയുന്ന പോലെ കുട്ടികൾ ചീത്ത പറയുന്നതൊക്കെ മുൻകൂട്ടി നാളെ വിളിച്ച് പറഞ്ഞിട്ട് ഷാബെ നാളെ നമ്മൾ ദേഷ്യപ്പെടും, നാളെ നമ്മൾ കുട്ടികളെ സ്നേഹിക്കും, നീ വേണമെങ്കിൽ ഷൂട്ട് ചെയ്തൊന്നും തലേ ദിവസം പറയില്ലല്ലോ. കാണിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. ഏത് വീഡിയോ? അവിടെ ഷൂട്ട് ചെയ്ത വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. തീർച്ചയായും ഞാനത് ഓൾറെഡി ഫേസ്ബുക്കിൽ എൻ്റെ ഒരു ഭാഗം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം ഏത് രീതിയിൽ അറ്റാക്ക് ചെയ്യാൻ വന്നാലും പ്രതിരോധിക്കാൻ എൻ്റെ കയ്യിൽ തെളിവുകളുണ്ട്. അതിൻ്റെ ഒരു കോൺഫിഡൻസ് തന്നെയാണ്. ഒരു ഓഡിറ്റിംഗ് കൊണ്ട് അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു ഇടപെടൽ കൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്നാണ് വിശ്വസിക്കുന്നത്? ഒരിക്കലുമല്ല. ഞാൻ വിശ്വസിക്കുന്നത് വ്യക്തമായി ഇതിനെക്കുറിച്ച് പഠനങ്ങൾ വേണം, അനലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലുള്ള അനാലിറ്റിക്സ് വേണം, അതിനെക്കുറിച്ച് പഠിക്കുന്ന ആളുകളുടെ റിപ്പോർട്ടുകൾ വേണം, ഈ കുട്ടികളുടെ സ്റ്റാറ്റസിനെ ഇമ്പ്രൂവ്മെൻറ്റിനെ കുറിച്ച് രേഖപ്പെടുത്തുന്ന അതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ടുള്ള സ്റ്റഡി വേണം. എങ്കിൽ മാത്രമേ കുട്ടികൾ മാറുള്ളൂ. ഒരു 100 കുട്ടികളുണ്ടെങ്കിൽ 100 മനോഭാവമായിരിക്കും. ആ 100 കുട്ടികൾക്ക് 100 രീതികളായിരിക്കും. അപ്രോച്ച് ചെയ്യുന്ന രീതികൾ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ട ഭക്ഷണ രീതികൾ വ്യത്യാസം ഉണ്ടാവും. ഒരു അമ്മ പറയുന്നത് കേട്ടോ, എല്ലാ കുട്ടികൾക്കും വൈകുന്നേരം ബിസ്ക്കറ്റ് ആണെന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പോൾ അത് കുറേ പേര് പരിഹസിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എന്താ അത് ബിസ്ക്കറ്റ് ഒക്കെയാണ് വലിയ പ്രശ്നമൊന്നും. പക്ഷേ എല്ലാ കുട്ടികൾക്കും എന്നത് കൊടുക്കാൻ പറ്റുന്ന കുട്ടികളായിരിക്കില്ല. അവരൊരു ന്യൂട്രീഷൻ പ്ലാൻ ഉണ്ടാവണം, ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ടാവണം, അതിനെക്കുറിച്ച് പറയുന്ന ന്യൂട്രീഷൻ ഉണ്ടാവണം. ഇതൊക്കെ ചെറിയ കാര്യമല്ല. ഇതൊക്കെ ഇതിനൊന്നും അറിയാത്ത ആളുകൾക്ക് ഇതൊക്കെ വലിയ സംഭവമാണോ, ബിസ്ക്കറ്റ് കൊടുത്തു പ്രശ്നമാണോ, മറ്റേ പഴംപൊരി കൊടുത്തു എന്നുള്ള പ്രശ്നമാണോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോകേണ്ട സ്ഥാപനമാണ്. വളരെ സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്യപ്പെടേണ്ട ഒരു വിഭാഗമാണ്. ഞാനോ നിങ്ങളോ അല്ല. എനിക്ക് 2 മണിക്കോ 3 മണിക്കോ, ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയം എത്രയാണ്? 3:30. ഉച്ചയ്ക്ക് ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല ഞാൻ. പക്ഷേ എനിക്ക് 3:30 കഴിഞ്ഞാലും നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ കഴിയും. അതുപോലെ ആയിരിക്കില്ല ഓട്ടിസമുള്ള സെറിബ്രൽ പാസിലുള്ള ഒരു കുട്ടിയുടെ അവസ്ഥ. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഭക്ഷണം കഴിയും, 3 മണിയോ 4 മണി വരെ ഭക്ഷണം കഴിക്കാതെ പറ്റും. അതുപോലെയല്ല, അതുപോലെ വളരെ ലഘൂകരിച്ച് കാണാൻ പറ്റില്ല ഈ വിഭാഗത്തെ. ഞാൻ പറയും, എന്നെ പോലെ എല്ലാവരെയും അവർ വളരെ സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്തില്ലെങ്കിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആവുന്ന കുട്ടികളാണ്. അത് പറയുമ്പോൾ അത് ഉൾക്കൊള്ളുന്നതിന് പകരം എന്നോട് ഷൗട്ട് ചെയ്തിട്ടോ എന്നെ നിർബന്ധമായിട്ട് പുറത്താക്കാൻ ശ്രമിച്ചിട്ടൊന്നും കാര്യമില്ല. കാര്യങ്ങൾ മനസ്സിലാക്കി തിരുത്താൻ ശ്രമിക്കും മിസ്റ്റർ ഗോപിനാഥ് മുതുകാട്. വിത്ത് ഓൾ റെസ്പെക്ട്, നിങ്ങൾ ഇത്രയും കാലം മുതുകാട് സാർ എന്ന് വിളിച്ചിരുന്നത് അതേ ഞാൻ തന്നെ പറയുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കി തിരുത്താൻ ശ്രമിക്കൂ. വ്യക്തിപരമായി ആക്ഷേപങ്ങൾ ഉന്നയിക്കാതെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കൂ. അവിടെയാണ് നിങ്ങളുടെ പ്രായത്തിൻ്റെ പക്വത നിങ്ങൾ കാണിക്കേണ്ടത്. അത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.